ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം തിരിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന നബിയെ, അല്ല ഇവനെ പുറത്തു കൊടുക്കുമോ? മയ്യത്തിനെ വ്യഭിചരിച്ചവനല്ലേ, കബറിനകത്ത് കിടന്ന് മയ്യത്തിനെ വ്യഭിചരിച്ചവനല്ലേ, അല്ലാഹു ഇവനെ പുറത്തു കൊടുക്കുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല ഇവനെ പുറത്തു കൊടുക്കും, ഇവൻ തൗബ ചെയ്താൽ അല്ല പുറത്തു കൊടുക്കും. പക്ഷേ അല്ല പുറത്തു കൊടുക്കാത്ത ഒരുത്തനുണ്ട്. അവൻ ആരെന്നറിയുമോ? രണ്ട് ചെവി കൊണ്ട് കേട്ട് മുസ്ലിമേ, വ്യഭിചാരിക്കാതെ പുറത്തു കൊടുത്തു. പക്ഷേ അവനെക്കാരും വൃത്തികെട്ടവനാരെന്നറിയുമോ? മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നവനുണ്ടല്ലോ, മുസ്ലിമിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നീ കഅബയിൽ പോയിട്ട് കാര്യമില്ല, പള്ളി കെട്ടിക്കൊടുത്തിട്ട് കാര്യമില്ല, ഒരുപാട് സദഖ വാരിക്കൊടുത്തിട്ട് കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞത് അവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കാതെ നിനക്ക് സ്വർഗ്ഗം കിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയാ. രാത്രി പോയിട്ട് കബർ മാന്തിയിട്ട് കബറിനകത്ത് കിടന്നൊരു പെണ്ണിന് വിഭജിച്ച് ഇവൻ അള്ളാഹിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹ് പുറത്തു കൊടുത്തു. പക്ഷെ അള്ളാഹ് പുറത്തു കൊടുക്കാത്ത ഒരുത്തനുണ്ട് ഈ നാട്ടിലെ. കള്ളുപിടിയനല്ല, പെണ്ണുപിടിയനല്ല, പലിശ തിന്നുന്നവനല്ല. അവൻ അള്ളാഹിനോട് ദുആ ചെയ്ത അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അള്ള പുറത്തു കൊടുക്കാത്ത ഒരുത്തരുണ്ട്. ആര്? പള്ളിയിലെ ഇമാമിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ നാട്ടിയിട്ട് ഇവിടെ പോയിട്ട് കാര്യമില്ലെന്ന്. ഈ കഅബയെ പോയി കിടന്ന് ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞത് ആ മനുഷ്യന്റെ പൊരുത്തം ചോദിക്കാതെ നിനക്ക് സ്വർഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിസാര പാവമല്ല, 4 പേര് കൂടുമ്പോ ഇരുന്നിട്ട് അങ്ങോട്ട് ചർച്ചയാ, ഇരുന്നിട്ട് ഇങ്ങനെ കഥകളല്ലേ എന്തൊക്കെയാ നമ്മൾ പറയണത്. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീടിന്റെ അടുത്തുകൂടെ, ഒരു ഗൾഫുകാരന്റെ ഭാര്യയുടെ വീടിന്റെ അടുത്തുകൂടെ അസമയത്തൊരുത്തം നടന്നു പോയാൽ പറയും ബെഡ്റൂമിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടുത്തവന്റെ അടുത്ത് പറയും കണ്ടെന്ന്, പിന്നെ അവൻ പറയും കിടക്കണുണ്ടെന്ന്. പിന്നെ നാട്ടുകാരെ പിടിച്ചെന്നായി ചർച്ചകളായി ഇങ്ങനെ അങ്ങ് പറയാ. സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിൽ നമ്മുടെ പെങ്ങന്മാരൊക്കെ കഥ എഴുതുന്ന കാലവാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണോ, ഒന്നാമത്തെ കണ്ടീഷൻ നീ സംസാരിച്ച കള്ളം പറയല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ കല്യാണം മുടക്കിയിട്ടുണ്ടോ? കല്യാണം മുടക്കണ സഭ നമ്മുടെ അങ്ങോട്ടൊക്കെ കാസർഗോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറയും ഉസ്താദേ ഈ കല്യാണം മുടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഒന്ന് വഴുതു പറഞ്ഞു നന്നാക്കണം. നാടോ ഇതെന്താ സ്വർഗമാകും? നിങ്ങളുടെ നാട്ടിൽ നിന്ന് മലക്കുന്ന സ്വർഗമൊന്നും അല്ലല്ലോ. എല്ലാ നാട്ടിലും ചെറുപ്പക്കാരൊക്കെ പെണ്ണുങ്ങളൊക്കെ ഈ ജോലിക്ക് പോകുന്നവര് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുടുംബശ്രീ എന്ന് പറയും ഒരു ജോലിയുണ്ട്. അതിന് ഇവിടെ എങ്ങാനുണ്ട് ഈ റോഡും ഓടയൊക്കെ വൃത്തിയൊക്കെ സ്ത്രീശക്തി. അതിനിവിടെ ജോലി എന്താ പറയാ? ആ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ മതി, ഒറ്റ ദിവസം പോയാൽ മതി സ്വർഗം കിട്ടും. അതിന് പോകുന്ന പെങ്ങന്മാർ ഒറ്റ ദിവസം പോയാൽ സ്വർഗം നിർബന്ധമാണ്. കാരണം എന്ത്? അവിടെ മുതൽ ഇവിടെ വരെ വൃത്തിയാക്കിയാൽ മതി. കേവലം 2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് ഈ ജോലി തീരും. പക്ഷേ പറ്റൂല, 5 മണി വരെ ചെയ്യണം. രാവിലെ എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റിനെ കുറിച്ച് വരെ അവിടെ ചർച്ച ചെയ്യാം. പെണ്ണുങ്ങളെ കൂടിക്കഴിഞ്ഞാൽ അള്ളാഹുവെ എന്തൊക്കെയാ ചർച്ചകൾ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ നീ കള്ളം പറയില്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫാന വർക്ക് ചെയ്യുമ്പോൾ അമ്മ കൂടെ തരീത്തിരി അമ്മ കൂടെ കാറ്റ് തരീ നിന്ന് ഉരുകുന്നു വിയർക്കുന്നു. അള്ളാഹു പരലോകത്ത് നിന്ന് വിയർക്കുന്നവരെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. ഇതൊക്കെ ഞാൻ പറയേണ്ടത് മനസ്സിലാവണുണ്ടോ? നിങ്ങളിങ്ങനെ ഇരിക്കണം കേട്ട് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. ഇയാൾ എന്തൊക്കെയോ പറയണം. ഇവര് പറയുമ്പോ ഞാൻ വാദമെന്നിരിക്കണവരല്ലല്ലോ നിങ്ങൾ ഇരിക്കണം. ഇതൊക്കെ മനസ്സിലാവണുണ്ടല്ലേ? മലയാളം പറയാനല്ലേ അറിയത്തുള്ളൂ, കേൾക്കാൻ അറിയല്ലേ? എന്തായാലും അല്ലാഹു സ്വർഗത്തിലെ ഭാഷ നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന റബീഅ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു റബീഅ സ്വർഗത്തിൽ പോകണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വിശ്വാസവഞ്ചന കാണിക്കല്ലേ റബീഅ, കൂടെ നിന്നിട്ട് ചതിക്കല്ലേ റബീഅ, കൂടെ നിന്നിട്ട് ചതിക്കല്ലേ റബീഅ. ചതിയ
സ്വർഗത്തിൽ കിടക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ കൂടെ ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവരുണ്ടല്ലോ, വിശ്വാസവഞ്ചന കാണിക്കുന്നവരുണ്ടല്ലോ. എങ്ങനെയാ റബ്ബിന്റെ കോടതിയിൽ വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വിശ്വാസവഞ്ചന കാണിക്കുന്നവനുണ്ടല്ലോ അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു വിഭാഗം ജനങ്ങൾ പിൻകാലത്ത് കൊടികുത്തി വെച്ചിട്ടാ വരുന്നത്. മനതാരത്തിന് കൊടികുത്തി വെച്ചിട്ട് നടക്കാൻ കഴിയാതെ അവന്റെ കൊടികുത്തി വെച്ചിരിക്കുകയാ. എല്ലാവരും അറിയണമല്ലോ, ഇവനാരാണെന്ന് അറിയണമല്ലോ. മനതാരത്തിൽ അവന്റെ പിൻഭാഗത്ത് വലിയ വലിയ നീളമുള്ള കൊടികുത്തി വെച്ചിട്ട് അല്ലാഹുവേ ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. എല്ലാരും അവനെ കാണുന്നു, ആ വൃത്തികെട്ടവനെല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാ നബിയേ, ഈ വൃത്തികെട്ടവൻ ആരാ നബിയേ? പിൻതാരത്തിൽ കൊടികുത്തി വെച്ചിട്ട് ഇറങ്ങി വരുന്നവൻ ആരെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വിശ്വാസവഞ്ചന കാണിച്ചവന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാട്ടുകാരൊക്കെ അറിയും, പിൻതാരത്ത് കൊടി കുത്തി വെച്ചിട്ട് ഇങ്ങനെ വരും. ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ നീളം കൂടുമെന്ന് നബി. എല്ലാരും ആ കൊടിയിലോട്ട് നോക്കുന്നു. നിങ്ങൾ എല്ലാരും ആ കൊടിയിലൊക്കെ ഒന്ന് നോക്ക്, സെന്ററിൽ നിൽക്കണ കൊടിയിലൊന്ന് നോക്ക്. എന്ത് നീളമുണ്ട്, എന്ത് നീളമുണ്ട്. നീ നിന്റെ അവസ്ഥ, നിന്റെ കൊടിക്ക് എത്ര നീളം കാണും? നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്ത്, നിങ്ങളുടെ കൊടിക്ക് എത്ര നീളം കാണും? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വരുമ്പോ പിൻതാരത്ത് കൊടി കുത്തി വെച്ചിട്ട് ഇടഞ്ഞിടഞ്ഞ ഒരു വിഭാഗം വരും. ആര്? ചതിയന്മാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി കൂടെ നിന്നിട്ട് പണിയണ ആൾക്കാരുണ്ട്, കൂടെ നടക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്നേഹിച്ചാൽ ഒരു മനുഷ്യനെ അധികം സ്നേഹിക്കാനും പാടില്ല, വെറുത്താൽ ഒരു മനുഷ്യനെ അധികം വെറുക്കാനും പാടില്ല. നബിയുനാ റസൂലുള്ളാഹി. സ്നേഹിച്ചാൽ ഒരു മനുഷ്യനെ അധികം സ്നേഹിക്കാനും പാടില്ല. കാരണം എന്ത്? ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞ് നീ സർവ്വതും അവനോട് പറഞ്ഞു കൊടുക്കും. നിന്റെ നല്ലതും മോശമായ കാര്യങ്ങൾ മുഴുവനും നിന്റെ കൂട്ടുകാരെല്ലാത്തിനും കൂടെ കൊണ്ട് നടക്കും. പക്ഷെ അവൻ എന്നെങ്കിലും നിന്റെ എതിരായ അവൻ നാട്ടുകാരുടെ മുന്നിൽ നിന്നെ നാണം കെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്തേ? നിന്റെ എല്ലാ സ്വഭാവവും ഇവനറിയാം. നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനറിയാം നിന്റെ സ്വഭാവങ്ങളൊക്കെ. ഇവൻ നാട്ടുകാരുടെ മുന്നിൽ നിന്നെ നാറിക്കും. ഇനി വെറുത്താൽ ഒരു മനുഷ്യനെ വെറുക്കാനും പാടില്ല അധികം. കാണുമ്പോ ചിലര് കാറ് മുഖമൊക്കെ തിരിച്ച് കുപ്പിയിട്ടൊക്കെ ആവും. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ അങ്ങനെ വെറുക്കല്ലേ. കാരണം എന്നെങ്കിലും ഒരിക്കൽ നീ വീണു പോകുമ്പോ ചിലപ്പോ ഇവനെ കാണും നിന്റെ കൈ പിടിക്കാൻ. എന്നെങ്കിലും ഒരിക്കൽ നടുറോഡിൽ ആക്സിഡന്റ് പറ്റിയിട്ട് റോഡിൽ നടക്കുമ്പോ ആരുമില്ല, ഈ നീ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോ നിന്റെ കയ്യിൽ പിടിച്ചുയർത്തുന്നത്. അന്ന് നീ പറഞ്ഞു പോയത് ഓർത്തിട്ട് നിനക്ക് കരയേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല. ഇന്നത്തെ കുടുംബജീവിതമല്ലേ ഏറ്റവും കൂടുതൽ ചതിയും വഞ്ചനയും നടക്കുന്നത് കുടുംബജീവിതത്തിലാണ്. ഭാര്യയ്ക്ക് പ്രത്യേക കാമുകൻ, ഭാര്യയ്ക്ക് പ്രത്യേക കാമുകൻ, ഭർത്താവിന് വേറെ കാമുകി. എല്ലാവർക്കും ഉണ്ടല്ലോ. ജിയോ വന്നതോടുകൂടി കാമുകനും കാമുകയില്ലാത്ത ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. പെണ്ണ് കെട്ടിയവനുണ്ട്, കെട്ടാത്തവനുണ്ട്. എല്ലാവർക്കും കണക്ക് തന്നെ. എന്റെ പ്രിയമുള്ളവരെ, വിശ്വാസവഞ്ചന കാണിക്കുന്നവർ ചതിയന്മാർ. അല്ലാഹുവേ, നമ്മൾ ചിന്തിച്ചു നോക്ക്. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ച മക്കളെ ഓടിച്ചു. ഇപ്പൊ അങ്ങനെയല്ല, 3-4 പറ്റ കളവികളാ ഓടുന്നത്. ഇന്നൊക്കെ പ്രസവിച്ച പെണ്ണുങ്ങളാ ഒളിച്ചോടുന്നത്. സ്കൂളിൽ പഠിച്ചിരുന്ന മക്കള് പോയ കാലമൊക്കെ മാറി. ഇപ്പൊ ഇങ്ങനെ ഒളിച്ചോട്ടം കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഓടുന്നത് ആരുടെ കൂടെയാ? ഞാൻ ചിലപ്പോ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് ഇപ്പം നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് മുസ്ലിം ചെറുപ്പക്കാരൊന്നും വേണ്ട, മറ്റുള്ളതിനെ മതി. മറ്റുള്ളതിന്റെ കൂടെയാ ഓടുന്നത്. അതാ സംഘം. അവർക്കൊക്കെ നല്ലതൊന്നും വേണ്ട, മോശമായതിന്റെ കൂടെ വിളിച്ചോടുന്ന എത്രയോ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഓടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന്, പോകേണ്ടതൊക്കെ പോകട്ടെ, നമുക്കൊന്നും വിഷമൊന്നുമില്ല. ഒരുത്തി പോയെന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എന്ത് വേദന? ഒരുത്തി പോയെന്ന് പറഞ്ഞിട്ട് പോയത് പോയി, പുകഞ്ഞത് കൊള്ളി പുറത്ത് അതിനെ തിരിച്ചു കൊണ്ടുവരാനൊന്നും നിൽക്കരുത്. കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുക, പോകേണ്ടവർക്കൊക്കെ പോകാം.
ആരുടെ കൂടെ വേണമെങ്കിലും ഒളിച്ചോടി പൊക്കോ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഒരു കാര്യം, പുഴുത്തേ ചാവത്തുള്ളൂ, അത്ര എനിക്ക് പറയാം. ഒരു നല്ല മരണം നീ ഒരിക്കലും ഇരിക്കണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കള് പോകേണ്ട പെങ്ങന്മാരോട് പറയാ, എവന്റെ കൂടെ വേണമെങ്കിലും പൊക്കോ, പക്ഷേ എവിടെയെങ്കിലും കടന്ന് പുഴുത്ത് ചാകുന്നതല്ലാതെ ഒരു നല്ല മരണം കിട്ടൂല. കാരണം എന്തെന്നറിയും? കാരണം ഇവക്ക് തിന്നിട്ട് എല്ലിനകത്ത് കയറിയപ്പോ കൊഴുപ്പ് കൂടിയപ്പോ അവള് പോയി. ഇവള് പോകുമ്പോ ഉമ്മയ്ക്കൊരു പട്ടം കൊടുത്തിട്ടാ പോണേ. ജന്മം കൊടുത്ത ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒരു പട്ടം കൊടുത്തിട്ടാ പോന്നെ. ഏത് പട്ടം എന്നറിയും? ഇവള് തിന്നിട്ട് കൊഴുപ്പ് കൂടിയപ്പോ ഒരുത്തന്റെ കൂടെ ഇവള് മക്കളെയും കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇവള് പോയി സുഖിക്കാൻ പോയി. അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കണ മോള് പോയിട്ട് തിരിച്ചു വന്നില്ല, ഇവള് ഒളിച്ചോടി പോയി എന്ന് നാട്ടുകാരറിയുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട്. എന്തേ വാക്കെന്നറിയോ? ഉമ്മാന്റെ സ്വഭാവമല്ലേ മകള് കാണിക്കും. എന്താ പറയാ? ഉമ്മാന്റെ സ്വഭാവമല്ലേ മകള് കാണിക്കും. അതിനർത്ഥം ഉമ്മ വേലിയാണ് എന്ന് പറഞ്ഞാൽ അവളുടെ ഉമ്മ വ്യഭിചാരിയാണെന്ന്. സ്വന്തം ഉമ്മാനെ വ്യഭിചാരി എന്ന് വിളിക്കപ്പെട്ടവളാണ്. സ്വന്തം ഉമ്മാനെ വ്യഭിചാരി എന്ന നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചവളാ. നാട്ടുകാരുടെ മുന്നിൽ പാവപ്പെട്ട വാപ്പ തല ഉയർത്താൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് നടക്കുക. അന്ന് ഉമ്മ നെഞ്ചത്ത് കൈവച്ചിട്ട്, റബ്ബേ, ഇങ്ങനെ ഒരുത്തി എന്റെ വയറ്റിൽ പിറന്നു പോയല്ലോ, ഇവള് നശിച്ചു പോകണേ അല്ല, ഇവള് മുടിഞ്ഞു പോകണേ എന്ന പ്രാവിയ ശാപമുണ്ടല്ലോ. അത് ഏത് കഅബ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ദുആ ചെയ്താലും പുറക്കില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ ഉമ്മ. വാപ്പയ്ക്കല്ല സ്ഥാനം, വാപ്പയ്ക്കല്ല സ്ഥാനം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നു. ഉമ്മയാരെന്നറിയണ്ടേ ചെറുപ്പക്കാരാ? എന്റെ സ്നേഹനിധികളായ പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ മാതാപിതാക്കളിൽ ഏറ്റവും കടമ ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മയോടാണ്. രണ്ടാമതും ചോദിച്ചു, ആരോടാണ് നബിയേ? ഉമ്മയോടാണ്. മൂന്നാമതും ചോദിച്ചു, ആരോടാണ് നബിയേ? ഉമ്മയോടാണ്. നാലാമതും ചോദിച്ചു, ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാപ്പയോടാ. മൂന്ന് പ്രാവശ്യവും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉമ്മയോടാണ്. കാരണം ഉമ്മയാരെന്നറിയുമോ? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലൂട്ടി നിന്ന് വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. പഠിച്ചവരെ 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന ഉമ്മയല്ലേ? ഒന്ന് നേരെ കിടക്കാൻ കഴിയുമോ? നല്ല രീതിയിലൊന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? ഒന്ന് ശരീരം അനക്കാൻ കഴിയുമോ? ഇവിടെ പോയാലും 9.5 കൊല്ലം 9.5 മാസം നിന്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു. ഉമ്മ രാത്രിയൊന്ന് കിടന്നുറങ്ങാ പോലെ പോയില്ലല്ലോ. ഉമ്മ 9.5 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നിട്ട് റബ്ബേ, മരണവേദനയുടെ വേദനയിൽ എന്താ പ്രസവിച്ചത്? മരണവേദനയുടെ വേദനയുണ്ട് ഉമ്മ നമ്മളെ പ്രസവിക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ളവര്, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ രോഗം പിടിച്ചു കിടന്നാൽ, പട്ടിണി കിടന്നാൽ നമ്മുടെ ഉമ്മ നമ്മളെ കരയുമ്പോ നമുക്ക് പാല് നമ്മുടെ ഉമ്മ നമ്മളെ പട്ടിണി കിട്ടിട്ടില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മയൊന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നിന്റെ ഉമ്മ എത്രയോ രാത്രികൾ നിനക്ക് വേണ്ടി ഉറക്കം വിളിച്ചവനാ. നിനക്കൊന്ന് തലവേദന വന്നാ, നിനക്കൊരു പനി പിടിച്ചു കഴിഞ്ഞാ നമ്മുടെ ഉമ്മാൻ ഉറക്കം വരില്ലല്ലോ, നമ്മുടെ ഉമ്മാൻ ഉറക്കം വരില്ലല്ലോ. ആ ഉമ്മയെ നാട്ടുകാരുടെ മുന്നിലെ നാണം കെടുത്തിയിട്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ ഇറങ്ങിപ്പോകുന്ന പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. ഉമ്മാന്റെ ദുആഇന്റെ വിലയറിയുമോ? ഉമ്മാന്റെ ദുആഇന്റെ വിലയറിയാൻ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് ജുറൈജ്. ആരാ ജുറൈജ്? ആബിദാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ആബിദാ. പഠിച്ചവരെ, വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെ കഴിയുമ്പോ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മലയുടെ മുകളിലേക്ക് കടന്നു ചെന്നിട്ട് ഒരു തമ്പ് കെട്ടി 24 മണിക്കൂറും ഇബാദത്താ. പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ
പോയിരുന്നിട്ട് നിസ്കാരമാണ്, എപ്പോഴും രാവും പകലും നിസ്കാരമാണ്. അവസാനം ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ജുറൈജിന്റെ തമ്പിന്റെ മുന്നിൽ പോയിട്ട് ജുറൈജ് റളിയല്ലാഹു തആല നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന തമ്പിന്റെ മുന്നിൽ പോയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, മോനെ ജുറൈജ്. ഉമ്മ വീടിന്റെ വെളിയിൽ നിന്ന് വിളിക്കുമ്പോ ജുറൈജ് റളിയല്ലാഹു തആല സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിച്ചു, ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിച്ചു. ജുറൈജ് നിസ്കാരത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, ജുറൈജ് തങ്ങൾ വിചാരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മയോട് എന്തെന്ന് ചോദിക്കാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ വിളിച്ചാൽ, അല്ലാഹുവേ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്റെ ഉമ്മ നിന്നെ വിളിക്കുന്നതെങ്കിൽ കൈയടിച്ചിട്ട് നീ വിളിക്ക് ഉത്തരം നൽകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിച്ചെങ്കിൽ കൈയടിച്ചിട്ട് എന്റെ ഉമ്മ എന്ന് നീ ചോദിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരുമ്പോൾ അല്ലാഹു തആല വിളി കേട്ടില്ല, നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഇറങ്ങിപ്പോയി, ഉമ്മ ഇറങ്ങിപ്പോയി. രണ്ടാമതും ഉമ്മ വന്നിട്ട് വിളിക്കുമ്പോൾ അപ്പോഴും നിസ്കാരത്തിലാ. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത് ജുറൈജിന്റെ നിസ്കാരം, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ മൂന്നാമതും വിളിച്ചു. അപ്പോഴും ജുറൈജ് നമസ്കാരത്തിലാ. ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു, ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഉമ്മയതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനസ്സ് നൊന്തിട്ട് അല്ലാഹുവിനോട് അല്ലാ, എന്റെ പൊന്നുമോനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ല അല്ലാ. എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് മക്കളെ ശപിക്കല്ലേ ഉമ്മ, സ്വന്തം മക്കളെ ശപിക്കല്ലേ. ഉമ്മമാരും മക്കളെ ശപിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പെണ്ണന്മാരോട് വാപ്പമാരോട് മക്കളെ ശപിക്കല്ലേ വാപ്പ, മക്കളെ ശപിക്കല്ലേ വാപ്പ. എന്റെ പ്രിയമുള്ളവരെ, അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്കൽ ഞാൻ പോയിരുന്നു. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അത്തിപ്പറ്റ ഉസ്താദിനെ ഞാൻ കാണാൻ പോയപ്പോ എന്നെ പോലെ ഒരു ഉസ്താദ് തന്റെ മകനെയും കൊണ്ടുവന്നു. മകയും കൊണ്ട് ഉസ്താദ് എടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ മോന് ഭയങ്കര കുരുത്തക്കേടാവുന്ന ദുആ ചെയ്യണം. നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ പറയുന്നവരാണ്. നമ്മുടെ മക്കൾക്ക് കുരുത്തക്കേടാ, അനുസരണ ഇല്ലാതൊക്കെ നമ്മൾ പറയും. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ മോൻ ഇത്തിരി കുരുത്തക്കേട് കൂടുതലാ, ദുആ ചെയ്യണേ. ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങൾ ഇവന്റെ വാപ്പയാണ്, നിങ്ങളുടെ നാവ് കൊണ്ടങ്ങനെ പറയല്ലേ. ആ പറയുന്ന സമയത്തെങ്ങാനും മലക്കുകൾ ആമീനെന്ന് പറഞ്ഞു പോയാ അവന് കുരുത്തം കെട്ടവനായി പോകുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ജുറൈജ് റളിയല്ലാഹു തആല സഹാബിയ, നമ്മളെ പോലെ സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്. ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഇവനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ മരിപ്പിക്കല്ല അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ജുറൈജ് റളിയല്ലാഹു തആല മലയുടെ മുകളിൽ തമ്പടിച്ചിട്ടിരുന്ന് നമസ്കാരമാണ്. വർഷങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. വന്നിട്ട് ജുറൈജിനെ ചതിക്കാൻ നോക്കുകയാ, ജുറൈജിനെ വഴിതെറ്റിക്കാൻ നോക്കി. എത്ര ശ്രമിച്ച ഒരു ദിവസം ഒരു കൈകുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ആ പെണ്ണ് കിടന്ന് വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. നാട്ടുകാർ മുഴുവനും ഓടിക്കൂടി, നാട്ടുകാർ മുഴുവനും ഓടിക്കൂടി. ആ പെണ്ണ് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന ചോരച്ചോന് ജുറൈജിന്റെ കുഞ്ഞാ, ഈ കുഞ്ഞിന്റെ വാപ്പ ഈ ജുറൈജാണ്. അല്ലാഹുവേ, നാട്ടുകാർ മുഴുവനും വ്യഭിചാരി എന്ന് വിളിക്കുകയാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് തല്ലിപ്പൊളിക്കുകയാണ്. നീ കള്ളനാണല്ലോ, നീ കള്ള ഉസ്താദാണല്ലോ, ഇതിനകത്തിരുന്ന് നിസ്കാരമല്ല, ഇതിനകത്തിരുന്ന് ഇതുപോലെ വൃത്തികേടുകളാണെന്ന് നാട്ടുകാർ മുഴുവനും കളിയാകുകയാ. ഉമ്മയുടെ ദുആയായിരുന്നു പൊന്നുപോലെ, ഉമ്മയുടെ ദുആയായിരുന്നു ചെറുപ്പക്കാരാ. അവസാനം ജുറൈജ് റളിയല്ലാഹു തആല നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും മാറുകയാണ്. എല്ലാവരുടെ മുന്നിലും നാണം കെട്ടു. നാട്ടുകാർ മുഴുവനും കളിയാകുന്നു. ജുറൈജ് റളിയല്ലാഹു തആല പറയുകയാ, എനിക്ക് എന്റെ
സത്യാവസ്ഥ ഒന്ന് ബോധിപ്പിക്കാൻ അല്പം സമയം തരുമോ? എനിക്ക് നിന്റെ സത്യം എന്താണെന്ന് എനിക്കൊന്ന് തെളിയിക്കണം. അല്ലാഹു തആല ഒളിവെടുക്കുകയാണ്. ഒളിവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാ. അല്ലാഹുവിനോട് ജുറൈജ് തങ്ങള് നമസ്കാരത്തിൽ ഇരുന്നിട്ട് തന്റെ വേദനകൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ. നമസ്കാരം കഴിഞ്ഞു. പിന്നെ കൈക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാ. ജുറൈജ് തങ്ങള് ആ ചോരക്കുഞ്ഞിന്റെ പൊക്കളിലേക്ക് കൈവച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ ഗുലാം ചോരക്കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നിന്റെ വാപ്പയാരാ? മോനെ നിന്റെ വാപ്പയാരാ? ആ സമയത്ത് ആ ചോരക്കുഞ്ഞ് പറയുകയാണ്, എന്റെ വാപ്പ ഒരു ആട്ടിടയനാണെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ കണ്ണീര് വല്ലാത്ത കണ്ണീരാ. ഉമ്മാന്റെ ദ്വാ വല്ലാത്ത ദ്വാരാ. ഉമ്മയുടെ കാഴ്ചവെട്ടിലാണ് റബ്ബേ നമ്മുടെ സ്വർഗം നടക്കുന്നത്. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം നടക്കുന്നത്. അതുകൊണ്ട് പെങ്ങളെ 10, 18, 19 വർഷക്കാലം എന്നെ പോറ്റി വളർത്തിയ നിന്റെ മാതാപിതാക്കള് നാണം കടത്തിയിട്ട് വിളിച്ചോടല്ലേ പൊന്നുമോള്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉമ്മാന്റെ വില മനസ്സിലാക്കണേ പൊന്നുമോര്. ഉമ്മാനെ തല്ലുന്നവരുണ്ടല്ലോ, ചവിട്ടി തീർക്കുന്നവരുണ്ടല്ലോ. ഒരു സുന്ദരിയായ തുണിവെളുപ്പുള്ള പെണ്ണിനെ കിട്ടിക്കഴിയുമ്പോ പെറ്റ ഉമ്മാനെ നിനക്ക് മറവിയല്ലേ. പെറ്റ ഉമ്മാനെ പിന്നെ വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയുന്ന മക്കളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആരെയും ചതിക്കല്ലേ, ആരെയും വഞ്ചിക്കല്ലേ. ജീവിതത്തിൽ തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെയോ തന്റെ മക്കളെയോ തന്റെ ഭാര്യയെയോ തന്റെ ഭർത്താവിനെയോ ആരെങ്കിലും വഞ്ചിച്ചവരുണ്ടെങ്കിലോ കടയിൽ ചെറുപ്പക്കാരാ കരപോര്. അല്ലാഹുവിന്റെ മുന്നിൽ 2 കൈ ഉയർത്തികത്ത് പൊട്ടിക്കടഞ്ഞു ദുആ ചെയ്തെന്ന് പോര്. അല്ലാഹു പുറത്തു തരുന്നവരാ. അല്ലാഹു എത്ര വലിയ പാപം ചെയ്താണ് പുറത്തു തരുന്നവരാ. പൊട്ടിക്കടഞ്ഞ് ദുആ ചെയ്താ കിട്ടുന്ന പ്രതിഫലം പറയുമോ? ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പടച്ചവന്റെ മുന്നിൽ 2 കൈ ഉയർത്തിയിട്ട് പൊട്ടിക്കിടന്ന് ദുആ ചെയ്ത് നന്നായിക്കോ. അല്ലാഹുവേ, റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആരായ മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനായ സഹാബി കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കൂ നബിയേ. ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുകയാ, പാറിപ്പോ മായിസ്. മായിസ് എന്ന ചെറുപ്പക്കാരനെ പറഞ്ഞു വിടുകയാണ്. രണ്ടാമതും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മായിസ് കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കു സഹാബ. രണ്ടാമതും പറഞ്ഞു വിട്ടു. മൂന്നാമതും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് പറയുകയാൽ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. വ്യഭിചരിക്കുന്നവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹുവിന്റെ റസൂലിനോട് മായിസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലുമെന്ന് എനിക്കറിയാ നബിയേ. എനിക്കൊരു കുഴപ്പമില്ല നബിയേ. എനിക്ക് നാളെ പടച്ചവന്റെ കോടതിയിൽ വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എറിഞ്ഞുകൊല്ലാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എറിഞ്ഞുകൊല്ലാൻ പറയുകയാ. സഹാബാക്കൾ ചുറ്റുഭാഗത്ത് നിന്ന് കല്ലെടുത്തെറിയാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ മായിസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. സഹാബത്ത് കൂടെ നടന്നെറിഞ്ഞു. ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മായിസ് എന്ന ചെറുപ്പക്കാരൻ ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സഹാബത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, മായിസോടി രക്ഷപ്പെട്ടു നബിയേ, മായിസോടി രക്ഷപ്പെട്ടു നബിയേ. കുറെ സമയം കഴിയുമ്പോ
അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിയതാ നബിയേ. എന്റെ ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയതാ നബിയേ. സഹാബത്തിനോടൊരു കുഴി കുത്താൻ പറഞ്ഞ നബിയേ. ഒരു കുഴിയെടുത്തിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ട് എറിയാൻ പറഞ്ഞ നബിയേ. ഞാൻ ഓടണമെന്ന് വിചാരിച്ചാലും ഓടാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് കരഞ്ഞു. അള്ളാഹു നിന്നെ പരലോകത്ത് ചെല്ലുമ്പോ ശിക്ഷിക്കൂല. അള്ളാഹു നീതിമാനായ ഭരണാധികാരിയാ. അതുകൊണ്ട് ആരെയും ചതിക്കല്ലേ റബിയാ. വിശ്വാസവഞ്ചനം കാണിച്ച നിനക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അതിഥിയായി സ്വർഗ്ഗത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂല് മൂന്നാമതായി പറയുന്ന കാര്യമേതെന്നറിയുമോ? തെറ്റ് കണ്ടാ തിരുത്തണേ, നന്മ കൊണ്ട് ഉപദേശിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ പോകാനുള്ള മൂന്നാമത്തെ കണ്ടീഷൻ, തെറ്റ് കണ്ടാ തിരുത്തണം, നന്മ പറഞ്ഞു കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. ഈ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും സമന്മാരാണ്. മറ്റുള്ളവന്റെ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും 1000 നാവാ. ഞാനും കണക്കാ, നിങ്ങളും കണക്കാ. എല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ കാര്യമാണ്. എന്റെ പള്ളിയിൽ നിന്ന് വാപ്പ വിളിച്ചു, വാപ്പ വീടിന്റെ മുന്നിലിരിക്കാം. വാപ്പ വീടിന്റെ മുന്നിൽ ഇരുന്നിട്ട് മകനോട് പറയും, മോനെ പള്ളിയിൽ പരിഷ്കരിക്കും. വാപ്പായ്ക്ക് ഒരു രോഗമില്ല, ഒന്നുമില്ല. വീടിന്റെ മുന്നിൽ ഇരുന്നിട്ട് മകനോട് പറയും പള്ളിയിൽ പരിഷ്കരിക്കും. സത്യത്തിൽ വാപ്പ തന്റെ മകന്റെ കയ്യിൽ പിടിച്ചോണ്ട് പള്ളിയിൽ പോകണം. അതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. വാപ്പ വീട്ടിൽ ഇരുന്നിട്ട് മോനോട് പള്ളിയിൽ പോകാൻ പറയും. ഉമ്മ സീരിയൽ കണ്ടോണ്ടിരിക്കാം മഗ്‌രിബിന്റെ സമയം. ഉമ്മ ഇങ്ങനെ ടിവിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ സീരിയലും കണ്ടോണ്ടിരിക്കുമ്പോ മോളെ വിളിച്ചിട്ട് പറയും, മഗ്‌രിബിന് ബാങ്ക് വിളിച്ചു, യാസീനോത്, ദുആ ചെയ്, സലാത്ത് പറ, ഖുർആനോത്, നിസ്കരിക്കും. ഞാനിവിടെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കാം. എന്തപ്പ ഇങ്ങനെയൊക്കെ. എന്റെ പ്രിയമുള്ളവരെ, ഉപദേശിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഒരു ചെറിയ പയ്യനെ കയ്യിൽ പിടിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നബിയെ, ഇവൻ മധുരം അധികമായിട്ട് കഴിക്കുന്നു, ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, നിങ്ങൾ പറ നബിയെ, എന്റെ മോൻ നന്നാകും. എന്റെ പരാതി, ഇവൻ മധുരം അധികമായിട്ട് തിന്നുന്നു, ആര് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. ഉമ്മ മകനെയും കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മധുരം അധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഈ ഉമ്മ നബിയോട് ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? ഇത് പറയാനായിരുന്നു നബി ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു? സാധാരണ ഒരു ഉമ്മ ചോദിക്കുന്ന ചോദ്യം. മോനെ, നീ മധുരം അധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഉമ്മ ചോദിച്ചു, ഇത് പറയാനാണോ അള്ളാന്റെ റസൂൽ പറഞ്ഞ മറുപടി? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഞാൻ നിൽക്കും, ആദ്യം ഞാൻ നിൽക്കട്ടെ എന്ന് കരുതിയ ആദ്യം നന്നാകേണ്ടത് നമ്മളാ. മനസ്സിലായി? ആദ്യം നന്നാകേണ്ടത് നമ്മളാ, എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. അള്ളാഹ് നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോ ചില ചെറുപ്പക്കാര് ചോദിക്കും, സിറാജെ, ഈ വാഴ്ന്നു പറയുന്ന കാര്യം ചെയ്യാറുണ്ടോ? അത് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം. ഈ പറയുന്ന കാര്യമൊക്കെ ഉസ്താദ് ചെയ്തിട്ടാണോ പറയുന്നേ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരോട്, മക്കളെ, നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഴുതു പറയുന്നത്. ഈ സദസ്സിലിരിക്കുന്ന ഒരാളെയും നന്നാക്കാനല്ല ഞാൻ വഴുതു പറയുന്നത്. ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാണ്. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. നിങ്ങൾ ആരെയും നന്നാക്കാനല്ല. എന്റെ തോളിൽ കിടക്കണ ഈ ഷാട് ഞാൻ കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് എന്റെ കൈയാണോ ഷാളാണോ? എന്താ വെളുക്കുക? തുണി കഴുകാന്നല്ലേ പറയാ. ഇത് ഞാൻ കഴുകി ആദ്യം വെളുക്കുന്നത് തുണിയാണോ എന്റെ കൈയാണോ? നിങ്ങളൊന്നും കഴുകിയിട്ടില്ല, നിങ്ങളൊക്കെ മലക്കുകളാണ്. അല്ലല്ലോ, കയ്യല്ലേ. അപ്പൊ ഞാൻ വഴുതു പറയുന്നത് എന്റെ ഹൃദയം വെളുക്കാനാണ്. അള്ളാഹു വെളുപ്പിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് മനസ്സ് തോന്നിയാൽ വെളുപ്പിച്ചാൽ മതി മനുഷ്യന്മാരെ, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളുപ്പിക്കണോ തോന്നിയാൽ വെളുപ്പിക്ക്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പത്തെ മക്കളൊക്കെ എന്താപ്പാ,
ഇന്നത്തെ മക്കളുടെ അവസ്ഥയൊക്കെ അറിയാവോ? വാപ്പായ്ക്ക് വാട്സപ്പ് എന്താണെന്ന് അറിയില്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഫോൺ മതിയല്ലോ. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കാം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, ലോകം അവസാനിക്കുന്നതിന്റെ അടയാളങ്ങൾ എന്ന് പറയുന്ന വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ലോകം അവസാനിക്കുന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പെണ്ണുങ്ങൾ അധികരിക്കും, ആണുങ്ങൾ കുറയും. പെണ്ണുങ്ങൾ അധികരിക്കും, ആണുങ്ങൾ കുറയും. അപ്പൊ ചെറിയ കുട്ടികളാണ്. ഉസ്താദ് എന്താ പറയണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അപ്പൊ ചെറുപ്പക്കാരനായ ഉസ്താദ് ആയതുകൊണ്ട് ഇത്തിരി വിശദീകരണം കൊടുത്തുണ്ട്. മക്കളെ, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ ആണുങ്ങൾ ഉണ്ടാവൂല, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ ആണുങ്ങൾ ഉണ്ടാവൂല. അത്രയ്ക്കും ആണുങ്ങൾ കുറയും, പെണ്ണുങ്ങൾ കൂടും. അന്ന് റോഡിൽ കിടന്നൊക്കെ വ്യഭിചരിക്കും. ഉസ്താദ് പറയാ, അന്ന് ഇന്നൊക്കെ പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ അങ്ങോട്ട് പോകും, അന്ന് പെണ്ണുങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. ഒരാണിന് 50 പെണ്ണ്. അന്നത്തെ സെൻസസാണ്. ലോകം അവസാനിക്കുന്ന സമയത്തുള്ള സെൻസസ് ഒരാണിന് 50 പെണ്ണെന്നാ കണക്ക്. ഉസ്താദ് പറയാ, അന്ന് പെണ്ണുങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും, റോഡിൽ കിടന്ന് വ്യഭിചരിക്കും. ഉസ്താദ് പറയാ, പെണ്ണുങ്ങളൊക്കെ ഓടി വരുമ്പോ അള്ളാനെ പേടിയുള്ളവർ ഓടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെണ്ണുങ്ങൾ കൂടെ ഓടും. അപ്പൊ ഒരു ചെറിയ പയ്യൻ പുറകിലെ വെച്ച് ഇരുന്നിട്ട് തന്റെ കൂട്ടുകാരനോട് പറയാ, അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണം. 50 എണ്ണം അറുമാദിക്കാന്നാ പറയണത്. അവന്റെ വാപ്പ ഒരെണ്ണത്തിനെ കൊണ്ട് പെടുന്ന പാടെന്താന്ന് എല്ലാവർക്കല്ലേ. നമ്മളൊക്കെ ഒരെണ്ണത്തിനെ കൊണ്ട് അനുഭവിക്കും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാരിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. വീട്ടിൽ പിരിക്കൊന്നും വേണ്ട. വീട്ടിൽ പോയിട്ട് നിന്റെ മോനോട് എന്തെങ്കിലും ചോദിച്ചു നോക്കുക, അറ്റാക്ക് ഒരു മറുപടി കേട്ടിട്ട്. നമ്മുടെ മക്കളൊക്കെ വളർന്നുപോയി, ഇല്ലാത്ത ചിന്തകൾ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നന്മ കൊണ്ട് ഉപദേശിച്ച് തിന്മ കണ്ടാ നീ തിരുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തിരുത്തിയില്ലെങ്കിൽ കിട്ടുന്ന പണി എന്താണെന്നറിയോ? തിരുത്തിയില്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞു, ഒരു നാട് മുഴുവനും തലകീഴായിട്ട് എടുത്ത് മറിച്ചേക്കാൻ പറഞ്ഞു. ഒരു നാട്ടുകാരെ മുഴുവനും കൊന്നേക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പോയപ്പോ ഒരു ചെറിയ പയ്യൻ ഇരുന്നിട്ട് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക. ഖുർആനിലെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, വിട്ടേരെ, ആ പയ്യൻ ഫാത്തിഹ ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് ആ നാട്ടുകാരെ ഒന്നും ചെയ്യേണ്ട, തിരിച്ചു വന്നേക്കാൻ പറഞ്ഞു. ഒരൊറ്റ ഫാത്തിഹയുടെ പുറത്ത് രണ്ടാമതൊരു നാട് നശിപ്പിക്കാൻ പറഞ്ഞു. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു നാട് നശിപ്പിക്കാൻ വേണ്ടി പോയപ്പോ ഒരു ഉസ്താദ് നിസ്കരിച്ചോണ്ടിരിക്കുക. ചിന്തിച്ചു, പടച്ചവനെ, ഒരു ഫാത്തിഹ ഓതിയപ്പോ അള്ളാഹു വെറുതെ വിട്ടെങ്കിൽ നിസ്കരിച്ച വെറുതെ വിടത്തില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഉസ്താദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണം? അള്ളാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയൂ? ആദ്യം ആ ഉസ്താദിന്റെ കാര്യവാരി തറയടി, പിന്നെ മറ്റുള്ളവരെ അടിച്ചാൽ മതി. ആദ്യം കൊടുക്കാൻ പറഞ്ഞു ഉസ്താദിന്, ആദ്യം അയാൾക്കോട്, പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. അതെന്തേ പടച്ചവനെ? ആ ഉസ്താദ് ചെയ്ത തെറ്റെന്തെന്നറിയൂ? തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതേ ശിക്ഷയാണ് നമുക്കും കിട്ടാൻ പോകുന്നത്. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് കാണുമ്പോൾ അതാരായാലും തിരുത്തി കൊടുക്കും. തിരുത്തുന്നതിന് പല രീതിയുണ്ട്. പള്ളിയിലെ ഹത്തീം എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നേരെ ഒന്ന് കുത്തിനെ പിടിച്ചിട്ടല്ല തിരുത്തേണ്ടത്, ഉസ്താദിനെ റൂമിൽ പറഞ്ഞെടുക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തെറ്റ് കണ്ടാ തിരുത്തണം. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് ഉപദേശിക്കാനൊന്നുമില്ല. ഈ പാവപ്പെട്ടവൻ ഉപദേശിക്കാൻ എന്താ ഉള്ളത്? എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരത്തെ കുറിച്ച് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് ഒരേ ഒരു കാര്യം ഉപദേശിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാൻ ഒരേ ഒരു കാര്യമുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് തന്ന മക്കളുണ്ടല്ലോ, ആ മക്കളെ നീ ഖുർആൻ പഠിപ്പിക്കണേ വാപ്പാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നീ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കളിൽ ഒരാളെയെങ്കിലും നീ ഖുർആൻ ഓതാൻ പഠിപ്പിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം പറയൂ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഇന്ന് വയലുകളിൽ ഇവിടെ നിന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് തന്നിട്ട് നിന്റെ മക്കളെ പിടിച്ചടുത്തിരുത്തിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ, 6666 ആയത്തുകൾ, അതിലെ ഒരേ ഒരായത്ത് പഠിപ്പിച്ച
കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഏതെങ്കിലും ഒരു പെങ്ങള് തന്റെ മകളെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ഏതെങ്കിലും ഒരു വാപ്പ തന്റെ മകനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പഠിപ്പിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കണ്ടോടാ പഠിപ്പിച്ച അല്ലാഹു തരുന്ന പ്രതിഫലമാ. നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാണ്. കാണാതെ പഠിപ്പിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? കാണാതെ പഠിപ്പിച്ച അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു ആയത്ത് ഏതെങ്കിലും ഒരു വാപ്പ തന്റെ പൊന്നുമകനെ തന്റെ പൊന്നുമക്കളെ പഠിപ്പിച്ച അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം 1000 വർഷം രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന എത്രയോ മക്കളുണ്ട്. ഹാഫിദിനെ പഠിക്കുന്ന മക്കളുണ്ടല്ലോ. തന്റെ മക്കളെ ഉസ്താദ് ഹാഫിദാക്കണം, എനിക്കെന്റെ കുഞ്ഞിനെ ഹാഫിദാക്കണം, ദുആ ചെയ്യണമെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടല്ലോ. എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ